അത്രയും സ്നേഹത്തോടെ കാണിച്ച ആള് കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ വീട്ടിലും ബഹളം. അച്ഛനും ഒരുമാതിരി വെള്ളത്തിലാന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. ഡോറായിട്ട് ഒരു കൊട്ട് തുടങ്ങിയത് ഞാൻ പേടിച്ചെണീറ്റ്. ഞാൻ ഓർത്തത് എന്തും എനിക്ക് ഉറക്കണേന്റെ ശല്യം ചെയ്യണ എനിക്ക് ഇഷ്ടമല്ല. അങ്ങേര് പേടിച്ച് ഓടണേയും കണ്ടു. അപ്പൊ ഞാൻ ഓർത്തത് എന്താ സംഭവം, പശുവിനെ കറക്കാൻ ടൈം ആയിട്ടാ. ഞാൻ അപ്പോഴും എന്തിനു ഇത്രയും കിടന്ന് വെച്ച് ഉണ്ടാക്കണം, നോർമലി സംസാരിച്ചപ്പോ ഞാനെല്ലാം നോർമലാക്കാൻ നോക്കിയിട്ടും എന്റെ അച്ഛനമ്മനെ എങ്ങനെയാണോ കാണുന്നത് അങ്ങനെ കാണാൻ നോക്കിയിട്ടും അച്ഛൻ കുടിച്ചിട്ടില്ലെങ്കിൽ നോർമലാ. എന്നോട് ഭയങ്കര സ്നേഹമാണ്. അമ്മ എങ്ങനെയാണെങ്കിലും കണക്കാ. ഞാൻ എത്ര സ്നേഹത്തോടെ ചെന്നാലും എന്തേലും ഉണ്ടാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. കാരണം ഞാൻ പള്ളിക്കാരി അല്ലല്ലോ, അവര് പള്ളിക്കാരാ. എന്നെ മതം മാറ്റണം എന്നുള്ളൊരു പേരിലും പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കല്യാണത്തിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായി ഞാൻ എന്തൊക്കെ വന്നാലും കാസ്റ്റ് മാറില്ല. എനിക്ക് കാസ്റ്റ് എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾക്ക് ഇല്ല. പക്ഷെ എനിക്ക് വേറൊരു കാസ്റ്റിലേക്ക് മാറാനോ ആ ഒരു രീതിക്ക് പോകാൻ എനിക്ക് താല്പര്യമില്ല. ആളുടെ ഇതിൽ നിക്കട്ടെ, ഞാൻ പിന്നെ ചെന്നിട്ടും പ്രാർത്ഥനക്കും പോയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരിക്കാന്ന് പറഞ്ഞു. പക്ഷെ എന്നെ 1-2 വട്ടം നിർബന്ധിച്ച് വലിച്ചു പിടിച്ച് എന്നെ കൊണ്ടുപോയിട്ടുണ്ട് പള്ളിയിൽ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി. പക്ഷെ പിന്നീട് അത് ആ ഒരു തന്ത്രം കാണിച്ച് പിന്നീട് എന്നെ മാറ്റണം എന്നുള്ളൊരു ഇതിലേക്ക് ആയ ആള്. അതിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. പറയാൻ നിന്നതിനാ വലിയ സിനിമ എടുക്കേണ്ട അവസ്ഥയിൽ പോകും. അത്ര അനുഭവിച്ചു. ആകെ 2.5-3 മാസം ഞാൻ കൂടെ ജീവിച്ചുള്ളെങ്കിലും ഒരു ലൈഫ് ഫുൾ അനുഭവിക്കാനുള്ള ഞാൻ അനുഭവിച്ചവിടെ. ആ മാസത്തിനുള്ളിൽ തന്നെ പ്രഗ്നന്റും ആയി. ഒരു 2.5 മാസം കഴിഞ്ഞപ്പോ പ്രഗ്നന്റ് ആയി. 1.5 മാസമായിട്ട് ഇരുന്നപ്പോഴാണ് എന്നെ ഒരുപാട് തല്ലിയത്.